പിറവിയിലെ കുരുടനായവനെ യേശു സൗഖ്യമാക്കുന്നു. യോഹന്നാൻ 9. അവൻ കടന്നുപോകുമ്പോൾ ജന്മനാ കുരുടനായൊരു മനുഷ്യനെ കണ്ടു. അവന്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ആര് പാപം ചെയ്തു, ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ? അതിന് യേശു, അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല. ദൈവപ്രവൃത്തി അവനിൽ വെളിവാകേണ്ടതിനത്രേ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ നിലത്തു തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് അവന്റെ കണ്ണിന്മേൽ പൂശി ഇങ്ങനെ പറഞ്ഞു, നീ ചെന്ന് ശിലോഹാം കുളത്തിൽ കഴുകുക. ശിലോഹാം എന്നതിന് അയക്കപ്പെട്ടവൻ എന്നർത്ഥം. അവൻ പോയി കഴുകി കണ്ണു കാണുന്നവനായി മടങ്ങി വന്നു. അയൽക്കാരും അവനെ മുമ്പേ ഇരിക്കുന്നവനായി കണ്ടവരും ഇങ്ങനെ പറഞ്ഞു, ഇവനല്ലയോ അവിടെയിരുന്ന് ഭിക്ഷയാചിച്ചവൻ? ചിലർ പറഞ്ഞു, അവൻ തന്നെ. വേറെ ചിലർ പറഞ്ഞു, അല്ല, അവനെപ്പോലെ ഉള്ളവൻ. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ തന്നെ. അവർ അവനോട് ചോദിച്ചു, നിന്റെ കണ്ണു തുറന്നത് എങ്ങനെ? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശിലോഹാം കുളത്തിൽ ചെന്ന് കഴുകുക എന്നോട് പറഞ്ഞു. ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു. അവർ അവനോട് ചോദിച്ചു, അവനെവിടെ? അവൻ ഉത്തരം പറഞ്ഞു, ഞാൻ അറിയുന്നില്ല. കുരുടനായിരുന്നവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുപോയി. യേശു ചേറുണ്ടാക്കി അവന്റെ കണ്ണു തുറന്നത് ശബ്ബത്ത് നാളിലായിരുന്നു. പരീശന്മാർ അവനോട് ചോദിച്ചു, കാഴ്ച പ്രാപിച്ചതെങ്ങനെ? അവൻ അവരോട്, അവൻ എൻ്റെ കണ്ണിന്മേൽ ചേറ് തേച്ചു, ഞാൻ കഴുകി കാഴ്ച പ്രാപിച്ചിരിക്കുന്നു. പരീശന്മാരിൽ ചിലർ പറഞ്ഞു, ഈ മനുഷ്യൻ ശബ്ബത്ത് പ്രമാണിക്കായിക കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ നിന്നും വന്നവനല്ല. മറ്റു ചിലർ പറഞ്ഞു, പാപിയായൊരു മനുഷ്യന് ഇങ്ങനെയുള്ള അടയാളങ്ങൾ ചെയ്യുവാൻ എങ്ങനെ കഴിയും? അങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും കുരുടനോട്, നിന്റെ കണ്ണു തുറന്നതുകൊണ്ട് നീ അവനെക്കുറിച്ച് എന്തു പറയുന്നു? അവനൊരു പ്രവാചകൻ. അവൻ ഉത്തരം പറഞ്ഞു, കാഴ്ച പ്രാപിച്ചവന്റെ അമ്മയപ്പന്മാരെ വിളിച്ചു ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നു എന്നും കാഴ്ച പ്രാപിച്ചുവെന്നും യഹൂദന്മാർ വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവൻ ഇപ്പോൾ കണ്ണു കാണുന്നത് എങ്ങനെ? അവന്റെ അമ്മയപ്പന്മാർ ഉത്തരം പറഞ്ഞു, ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾ അറിയുന്നു. എന്നാൽ കണ്ണു കാണുന്നത് എങ്ങനെ എന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവന്റെ കണ്ണ് ആര് തുറന്നുവെന്നും അറിയുന്നില്ല. അവനോട് ചോദിക്കുവിൻ, അവന് പ്രായമുണ്ടല്ലോ, അവൻ തന്നെ പറയും. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭൃഷ്ടനാകേണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അതുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിക്കുവിനെന്ന് പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും വിളിച്ചു. ദൈവത്തിനു മഹത്വം കൊടുക്കുക, ആ മനുഷ്യൻ പാപിയെന്ന് ഞങ്ങൾ അറിയുന്നു. അതിന് അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. ഒന്നറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണു കാണുന്നു. അവർ അവനോട്, അവൻ നിനക്ക് എന്തു ചെയ്തു? നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു? അതിന് അവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾക്കുവാൻ ഇച്ഛിക്കുന്നതെന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ? അപ്പോൾ അവർ അവനെ ശകാരിച്ചു. നീ അവന്റെ ശിഷ്യൻ, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാർ. മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നു, ഇവനോ ഇവിടെ നിന്ന് എന്ന് അറിയുന്നില്ല. ആ മനുഷ്യൻ അവരോട്, എന്റെ കണ്ണു തുറന്നിട്ടും അവൻ എവിടെ നിന്നെന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം.
പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും നാം അറിയുന്നു. കുരുടനായി പിറന്നവന്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായതു മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവർ അവനോട്, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്നു പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, യജമാനനെ, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാം. യേശു അവനോട് പറഞ്ഞു, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്നു പറഞ്ഞ് അവനെ നമസ്കരിച്ചു. യേശു പറഞ്ഞു, കാണാത്തവർ കാണുവാനും കാണുന്നവർ കുരുടരാകുവാനും ഇങ്ങനെ ന്യായവിധിക്കായി ഞാൻ ഇഹലോകത്തിൽ വന്നു. അവനോട് കൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട് ചോദിച്ചു, അതിന്റെ അർത്ഥം ഞങ്ങളും കുരുടന്മാരോ? യേശു അവരോട്, നിങ്ങൾ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപം ഇല്ലായിരുന്നു. എന്നാൽ നിങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു.